സെറോദയിൽ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് സെറോദ സെലക്ട് ചെയ്യാനുള്ള കാരണം? സെറോദയിൽ ഇക്വിറ്റി ഡെലിവറിക്ക് 0 ബ്രോക്കറേജ് ആണ്. അതുപോലെ ഇൻട്രാഡേ ഫാൻഡോയിൽ ട്രേഡ് ചെയ്യുന്നതിന് 20 രൂപ അല്ലെങ്കിൽ 0.03%. അതിലേതാണോ കുറവ് അതായിരിക്കും ബ്രോക്കറേജ് ഫീ ആയിട്ട് വരുന്നത്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണെങ്കിലും 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അപ്പം നമുക്കിപ്പം സെറോദയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമാണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, അതുപോലെ ഇൻകം പ്രൂഫ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ആവശ്യം. അത് ഓപ്ഷണലാണ്. അപ്പം സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും സെറോദയുടെ ഒഫീഷ്യൽ പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമ്മൾ സൈനിങ് അപ്പ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ് വരുന്നത്. നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമെയിൽ ID കാണാൻ സാധിക്കും. അത് സെറോദയ്ക്ക് വേണ്ടി ഏതാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏത് ഇമെയിൽ ID ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ് വരുന്നത്. നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ പാൻ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വാട്ട് പ്രോഡക്റ്റ് യു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട്. ഇവിടെ ഇക്വിറ്റി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പൽസറി ആണ്. അതിന് തൊട്ട് താഴെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. വേറെ എക്സ്പെൻസ് ഒന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ഭാവി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തത് ആധാർ KYC വെരിഫിക്കേഷൻ ആണ്. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടേക്ക് നമ്മുടെ ആധാർ കാർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറോദ നമ്മുടെ കൺസേൺ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഡിജി ലോക്കറിൽ നിന്ന് എടുത്തോട്ടെ എന്ന്. അപ്പോൾ നമ്മൾ അതിന് ഓക്കെ ആയിട്ട് അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം അലോ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം സെറോദയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജാണ്. നമ്മുടെ ഫാദർ നെയിം, മദർ നെയിം, മാരേജ് സ്റ്റാറ്റസ്, അതുപോലെ ആനുവൽ ഇൻകം, ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ പുതിയ ആളാണോ, എത്ര വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ ജോലി എന്താണെന്നുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെന്റ് നിങ്ങൾക്ക് മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ സെലക്ട് ചെയ്യുക. അതുപോലെ ആർ യു എ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളാണ് എസ് കൊടുക്കുക, നോ കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സ്റ്റേജ് ആണ്. ഇപ്പം നമ്മൾ എൻ്റർ ഡീറ്റെയിൽസ് മാനുവലി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഫോൺ പേ സെലക്ട് ചെയ്യുന്നെങ്കിൽ സെറോദയ്ക്ക് നമ്മളൊരു 1 രൂപ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വെബ്കാം വെരിഫിക്കേഷൻ ആണ്. നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ഒരു ഫോട്ടോ നമ്മൾ ക്യാപ്ചർ ഒരു സെൽഫി എടുത്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. നമുക്കിവിടെ സിഗ്നേച്ചർ നമുക്ക് ഓൾറെഡി ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ആ കറണ്ട് ടൈമിൽ ഈ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ കറണ്ട് ടൈമിലാണ് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഇൻകം പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കണ്ടതാണ്. അത് ഓപ്ഷണൽ ആണ്. ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇൻകം പ്രൂഫ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അടുത്ത സ്റ്റേജ് നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള സ്റ്റേജ് ആണ്. ആഡ് നോമിനി എന്നുള്ള കോളം സെലക്ട് ചെയ്തതിനു ശേഷം നോമിനിയുടെ പേരും അതുപോലെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇസൈൻ ആണ്. അത് നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് കുറച്ച് 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ ചെക്ക് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഫില്ല് ചെയ്ത ഡേറ്റാസ് ഒക്കെ കാണാൻ സാധിക്കും. അത് സൈനിങ് നൗ എന്നതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആധാർ കാർഡ് കണക്ട് ആയിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. അതിനുശേഷം OTP വെരിഫിക്കേഷനിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് യൂസർ ID എന്ന് പറഞ്ഞൊരു ID നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ഓർത്തിരിക്കണം. കാരണം നമ്മൾ കൈറ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ യൂസർ ID ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ലോഗിൻ ടു കൈറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ കൈറ്റ് ഓപ്പൺ ആക്കുക. ഇവിടെ അതിന്റെ ലോഗിൻ ടു കൈറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ യൂസർ ഐ ഡി നമ്മളോട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിന്റെ ബേസിസിലും നല്ല സ്റ്റഡിയുടെ ബേസിസിലും നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫ്രീ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക.